അതൊരു ഐശ്വര്യക്കേട് തന്നെ. എന്ന് വെച്ച് എന്റെ മോള് വിഷമിക്കൊന്നും വേണ്ട. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാല തിരിച്ചെത്തിക്കണമെന്ന്. അല്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ ഉണ്ടാവില്ല. വലിച്ചു പുറത്തെറിയിഞ്ഞ. അല്ല, രമേശ് എപ്പോ വരും? അവനിതറിഞ്ഞോ? ഇല്ലമ്മേ, രമേശ് ചേട്ടനോട് ഞാൻ പറഞ്ഞില്ല. ഇലക്ഷൻ വർക്കിന്റെ ഒക്കെ ആവേശത്തിലല്ലേ, അതില്ലാതാവണ്ടെന്ന് കരുതി. അച്ഛാ, ചാരുമോൾ എവിടെ മോനെ? റൂമിലുണ്ട്, കരഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, സങ്കടമില്ലാതിരിക്കും അച്ഛാ. അതുപോലെയല്ലേ അമ്മയും ചേച്ചിയും പറഞ്ഞത്. ചാരുമോളുടെ കണ്ണീരാണല്ലോ അവരുടെ സന്തോഷം. എന്നാലും മോനെ, ആ മാല എവിടെ പോവാനാ? അതാ ഗോവിന്ദമാമ ഞാനും ആലോചിക്കുന്നത്. എവിടെ പോവാനാ? ഏമയും മോനും ചേർന്ന് മാറ്റിയതായിരിക്കും. നിനക്കറിയാലോ അവളുടെ സ്വഭാവം. സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ വേണ്ടത്. അപ്പൊ വെളിയിൽ വരും എല്ലാ സത്യങ്ങളും. അത് വേണ്ടച്ചാ. പോലീസുകാര് ആദ്യം ചാരുവിനെ ആയിരിക്കും ചോദ്യം ചെയ്യുക. അതവൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഞാനും അത് ഓർത്തതാ. അതാ മിണ്ടായിരിക്കുന്നത്. മാനെന്തിനാ നീ വാങ്ങിക്കൊടുക്കുന്നത്? അങ്ങനെ ചെയ്താ അവർ ചാരുവിനെ കുറിച്ച് പറഞ്ഞാലും സത്യമായിന്നാവില്ലേ? പിന്നെ അത് മതി അവർക്ക് ചാരുവിനെ ജീവിതകാലം മുഴുവൻ കുത്തി നോവിക്കാൻ. ശരിയാ മോനെ. എന്താണ് ഇവിടെ ഉണ്ടായെന്ന് കണ്ടുപിടിക്കണം. അമ്മ ചാരുവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരുത്തും. അത് കേൾക്കാനുള്ള ശക്തി അവൾക്കുണ്ടാവില്ല. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. കാപ്പത്തി കോഫി വെച്ചിട്ടില്ലല്ലോ. എന്തു പറ്റി? മറന്നുപോയോ? ചാരു, ചാരുമോൾ മുറിയിലില്ലേ? ഇന്ന് ചായ ആയിട്ട് മോളെ കണ്ടില്ലല്ലോ. മുറിയിലില്ല അച്ഛാ, അടുക്കളയിലായിരിക്കും. ഞാൻ നോക്കട്ടെ. ചാരു, ചാരു. ചേട്ടാ, ചാരു ചേച്ചി ഞാനും നോക്കി, കണ്ടില്ല. റൂമിലുണ്ടാവുന്ന വിചാരിച്ചു. ഇല്ലെന്നു, അവള് റൂമിലില്ല. അച്ഛാ, ചാരുവിന് ഇവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? ചാരുമോൾ എവിടെ പോവാനാ? ചേച്ചി, ഞാനിവിടെ പോയി നോക്കാം. ഗോവിന്ദാ, മോളെ ചാരു, 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 ചാരു മോളെ. ശരി, ചാരു മോളെ എവിടെ പോയി? മോളെ ചാരു. എന്തായി ഗോവിന്ദ? അവിടെ എങ്ങുമില്ല. ഫോൺ ഇവിടെ വെച്ചിട്ട് അവിടെ പോയിരിക്കുക. എന്താ എല്ലാവർക്കും ഒരു വെപ്രാളം? അവളെ കാണുന്നില്ലല്ലേ? എനിക്ക് തോന്നി മുങ്ങിയതാ മാലയും കൊണ്ട്. പഠിച്ച കള്ളിയല്ലേ അവള്. എന്താ നീ പറഞ്ഞ? വേണ്ട, വഴിക്കിടേണ്ട സമയമല്ല ബാല ഇത്. അമ്മേ പ്ലീസ് അമ്മേ, ഒന്ന് മിണ്ടായിരിക്കേ.